സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യാൻ ഒരു പ്രസംഗമാണ് ഇന്ന് സ്കൂൾഷിപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മാന്യസദസ്സിന് നമസ്കാരം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു നാട്, അനേകം വിശ്രുത ശാസ്ത്രജ്ഞരെയും സാഹിത്യകാരന്മാരെയും സംഭാവന ചെയ്ത നാട്. അവിടേക്കാണ് വിഭവങ്ങൾ ചൂഷണം ചെയ്ത് ഒന്നാമതെത്താനുള്ള ആവേശത്തിൽ മറ്റ് വൈദേശിക ശക്തികൾക്ക് പിന്നാലെ ബ്രിട്ടീഷുകാർ എത്തുന്നത്. നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പാണ്ഡികശാലയ്ക്കുള്ള അനുമതി നേടി വാണിജ്യം ചെയ്തു തുടങ്ങിയവർ ഒടുവിൽ രാജ്യം തന്നെ അവരുടെ പാണ്ഡികശാലയാക്കി മാറ്റിയതാണ് പിന്നെ നാം കാണുന്നത്. രാഷ്ട്രീയ അധികാരം കൂടി കൈവശപ്പെടുത്തിയതോടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ലോകമെങ്ങുമുള്ള കോളനികളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയും ചേർക്കപ്പെടുകയായിരുന്നു. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയ വിജയമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഊട്ടിയുറപ്പിച്ചത്. 1858 ബ്രിട്ടീഷ് ക്രൗൺ ഭരണം ഏറ്റെടുത്തതോടെയാണ് രാജ്യപരമാധികാരം പൂർണ്ണമായും ബ്രിട്ടന്റെ കയ്യിലായത്. ജനജീവിതത്തെ പരമാവധി ചൂഷണം ചെയ്ത് ഇവിടുത്തെ സമ്പത്ത് കടൽ കടത്താൻ സഹായകമായ നിയമനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനുമാണ് നാം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഇവിടുത്തെ വിഭവങ്ങൾ കടൽ കടത്തിയും ചെറുത്തുനിൽപ്പുകളെ അടിച്ചമർത്തിയും ഭിന്നിപ്പിച്ചു ഭരിച്ചും പരസ്പരം പോരടിപ്പിച്ചും ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം തുടരവേ കാലക്രമത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ സ്വത്വം തന്നെ ഇല്ലാതാവുകയായിരുന്നു. തങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും തന്നെ മറന്നുപോയ ആ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി വന്നത് ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുനർജനിച്ചപ്പോൾ അതിനു പിന്നിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച ലക്ഷക്കണക്കിന് ദേശസ്നേഹികളുടെ പോരാട്ടത്തിന്റെ ചരിത്രമാണുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് ഉദ്ഘോഷിച്ച ബാലഗംഗാധര തിലകനും എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പ്രഖ്യാപിച്ച സുഭാഷ് ചന്ദ്രബോസും അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കുമ്പോഴും തന്റെ തത്വശാസ്ത്രത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത മഹാത്മജിയും ഒക്കെ തെളിച്ചു തന്ന ആ ദീപശിഖ ഏന്തുന്നവരാണ് നാം എല്ലാവരും. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പതിറ്റാണ്ടുകൾ നീണ്ട ക്ലേശത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് ജന്മങ്ങളെ നമുക്ക് സ്മരിക്കാം. സ്വാതന്ത്ര്യത്തോടൊപ്പം അവർ നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും നമുക്ക് മറക്കാതിരിക്കാം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള വിളിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയുടെ ആത്മാവ് തന്നെ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായി നാം എല്ലാവരും ഒന്നായിരുന്നാൽ മാത്രമേ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവുകയുള്ളൂ. ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമെന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. സ്വാതന്ത്ര്യത്തിനെതിരായ എല്ലാ കടന്നുകയറ്റങ്ങൾക്കെതിരെയും നമുക്കൊന്നിച്ചു മുന്നേറാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. എല്ലാവർക്കും പ്രസംഗം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ്സായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.